നമസ്കാരം. ജെസ്സി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനവിധി തേടാൻ ഒരുങ്ങുന്ന വാരാണസിയിൽ അദ്ദേഹത്തിന് എതിരാളിയായി പ്രിയങ്ക ഗാന്ധി എത്തുമോ? ദേശീയ തലത്തിൽ ഇപ്പോൾ ഏറ്റവും ചൂടേറിയ വിഷയങ്ങളിലൊന്നാണ് ഇത്. അങ്ങനെയാണെങ്കിൽ, അതായത് പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിക്ക് എതിരാളിയായി വാരാണസിയിൽ നിൽക്കുകയാണെങ്കിൽ BJPക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലെന്നാണ് വിലയിരുത്തൽ. എന്തുകൊണ്ടാണ് എന്നുള്ള സ്വാഭാവികമായുള്ള സംശയമുണ്ട്. കാരണങ്ങൾ ഇവയാണ്. ആദ്യത്തേത്, കോൺഗ്രസും SP-യും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഉത്തർപ്രദേശിൽ പലയിടങ്ങളിലും മത്സരമുണ്ട്. അതായത് പരസ്പരം മത്സരിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ തന്നെ സമാജ്വാദി പാർട്ടിയും SP-യും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത് രാഹുലോ പ്രിയങ്കയോ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്നാണ്. അതായത് പ്രിയങ്ക വാരാണസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുകയാണെങ്കിൽ തങ്ങളുടെ പിന്തുണ പ്രിയങ്ക ഗാന്ധിക്കായിരിക്കും എന്നവർ പരോക്ഷമായി തന്നെ വ്യക്തമാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്ക മത്സരിക്കാനായി ഇറങ്ങുകയാണെങ്കിൽ അവരുടെ പിന്തുണ എന്തായാലും പ്രിയങ്ക ഗാന്ധിക്കുണ്ട്. മാത്രമല്ല, പ്രതിപക്ഷ ഐക്യനിര ഒന്നാകെ, അതായത് ഐക്യകണ്ഠേന പ്രിയങ്ക ഗാന്ധിയെ വാരാണസിയിൽ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചാൽ അത് ഒരു പക്ഷേ വോട്ടുകളിൽ തന്നെ വലിയൊരു ചോർച്ച BJPക്ക് ഉണ്ടാക്കിയേക്കുമെന്നാണ് വിലയിരുത്തൽ. SP-യുടെയും സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ പിന്തുണ പ്രിയങ്ക ഗാന്ധിക്ക് വാരാണസിയിൽ കിട്ടുകയാണെങ്കിൽ അത്ര എളുപ്പമാകില്ല BJPക്ക് കാര്യങ്ങളെന്ന് ചുരുക്കം. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. 15 ലക്ഷമാണ് വാരാണസിയിലെ വോട്ട് ബാങ്ക് എന്നാണ് കണക്ക്. അതിലേറ്റവും കൂടുതലുള്ളത് മുസ്ലിം വോട്ടർമാരാണ്. അതായത് ഏകദേശം കണക്ക് പ്രകാരം 3 ലക്ഷത്തിലധികം മുസ്ലിം വോട്ടർമാർ വാരാണസിയിൽ ഉണ്ടെന്നാണ് കണക്ക്. 2.5% വോട്ടർമാർ ബ്രാഹ്മണരാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, BJPയെ പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്ന OBC അടക്കമുള്ളവർ ഏകദേശം 1.5 ലക്ഷത്തോളം വരും. ഇതൊക്കെയാണ് കണക്ക്. BJPയെ പരമ്പരാഗതമായിട്ട് പിന്തുണയ്ക്കുന്ന വോട്ടർമാരുടെ അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് 8 ലക്ഷം എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. പക്ഷേ ഈ 8 ലക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധിയാണ് മോഡിക്കെതിരായി വരുന്നതെങ്കിൽ ഈ ഒരു വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴും എന്നുള്ളതാണ് വിലയിരുത്തൽ. അതായത് പരമ്പരാഗതമായി BJPയെ പിന്തുണച്ചു പോരുന്ന ഈ വോട്ട് ബാങ്കിൽ വിള്ളൽ വീണാൽ അത് BJPക്ക് കുറവുണ്ടാകും, നരേന്ദ്രമോദിക്ക് കിട്ടുന്ന വോട്ടുകളിൽ കുറവുണ്ടാകും എന്നുള്ളതാണ് സൂചന. 5 അസംബ്ലി മണ്ഡലങ്ങളുള്ള വാരാണസിയിൽ 3 അർബൻ മേഖലയിലും 2 റൂറൽ മേഖലയിലുമാണ്. മാത്രമല്ല, സ്ത്രീകളും കുട്ടികളും ഏറെയുള്ളൊരു മണ്ഡലം കൂടിയാണ് വാരാണസി. പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കാനായി എത്തുകയാണെങ്കിൽ അവർ ഏതു തരത്തിൽ, അതായത് സ്ത്രീകളെയും കുട്ടികളെയും അവർ ഏതു തരത്തിൽ സ്വാധീനിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഇതിനൊരു ഉദാഹരണം പറയാം. വയനാട്ടിലെത്തിയ പ്രിയങ്ക ഗാന്ധി അവിടെയുള്ള സ്ത്രീകളോട് അല്ലെങ്കിൽ അവിടെ ഒരു കുടുംബത്തിലെത്തുകയും അടുക്കളയിൽ വരെ കയറി വളരെ പരിചിതമായിട്ടുള്ള ഒരു ഭാവത്തോടെ തങ്ങളിൽ ഒരാളാണെന്ന് താനെന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് കൂടി ബോധ്യമാകുന്ന തരത്തിൽ പെരുമാറാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഏതു തരത്തിലുള്ള പ്രചരണമാണ് വാരാണസിയിൽ പ്രിയങ്ക ഗാന്ധി ഇനി സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഇതിനകം തന്നെ ഒരുപാട് തവണ മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റേൺ UP ആയിരുന്നു ഇത്തവണ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയിട്ടുള്ള മണ്ഡലം. അതായത് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ചുമതലയായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് കോൺഗ്രസ് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഗംഗാതീരത്തടക്കം വളരെ വലിയ തോതിലുള്ള പ്രചരണം പ്രിയങ്ക ഗാന്ധി നടത്തുകയും ചെയ്തു. അതായത് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വോട്ടർമാരെ പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഒരു പെരുമാറ്റവും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവും ഒക്കെ ഏതു തരത്തിൽ സ്വാധീനിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ വോട്ടർമാർ ഏതു തരത്തിൽ ചിന്തിക്കും എന്നുള്ളതും വാരാണസിയിൽ നിർണായകമാകും. ഏറ്റവും ഒടുവിലത്തെ കാരണമായിട്ട് എടുത്തു കാണിക്കാനുള്ളത് 5 വർഷത്തെ ഭരണം തന്നെയാണ്. GSTയും നോട്ട് നിരോധനവും അടക്കമുള്ള വിഷയങ്ങൾ വാരാണസിയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ, അതായത് ചെറുകിട വ്യവസായ രംഗമടക്കം വലിയ പ്രതിസന്ധി നേരിട്ട ഒരു ഘട്ടമുണ്ടായിരുന്നു. അതൊക്കെ മറികടന്നുകൊണ്ട് BJPക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ വോട്ടൊക്കെ BJP പെട്ടിയിലാക്കുക എന്നുള്ളത് അത്ര സുഖകരമായ അല്ലെങ്കിൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരിക്കില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതായത് ഏറ്റവും ചുരുക്കത്തിൽ ദേശീയ വിഷയങ്ങളായി ഉയർന്നു വരുന്ന GSTയും നോട്ട് നിരോധനവും അടക്കമുള്ള വിഷയങ്ങൾ കൂടി വാരാണസിയിൽ പ്രതിഫലിക്കും.
പ്രിയങ്ക ഗാന്ധി അവിടെ നരേന്ദ്രമോദിക്ക് എതിരാളിയായിട്ട് വന്നാൽ അത് എന്തായാലും മോഡിക്ക് എതിരായുള്ള ഒരു തരംഗം അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമേതുമില്ല. ഇത് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ അരവിന്ദ് കെജ്രിവാൾ ഏറ്റവും അവസാന നിമിഷമാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അരവിന്ദ് കെജ്രിവാൾ വന്നത്. അരവിന്ദ് കെജ്രിവാൾ തോറ്റുപോയി. പക്ഷെ അദ്ദേഹത്തിന് 1,00,000-ലധികം വോട്ടുകൾ അദ്ദേഹത്തിന് സ്വരൂപിക്കാൻ കഴിഞ്ഞു എന്നാണ് ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയങ്കയെ പോലെ ഉള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ എത്തിയാൽ അവർ എത്രത്തോളം വോട്ടുകൾ പ്രിയങ്കയ്ക്ക് കിട്ടുമെന്നുള്ളത് പ്രവചനാതീതമാണ്. മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവരൊക്കെ ഏത് തരത്തിൽ ചിന്തിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും വാരാണസിയിൽ BJPയുടെ വിജയം എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. വാരാണസിയിൽ നിന്നും ജനവിധി തേടുന്ന മോഡിക്ക് എന്തായാലും അനുകൂലമായിരിക്കില്ല. പ്രിയങ്ക ഗാന്ധി അവിടെ വന്നാൽ അവിടെയുള്ള പ്രചരണവും അവിടെയുള്ള തരംഗവും എന്നുള്ളത് തന്നെയാണ് തീർച്ച. പക്ഷെ ഇതൊക്കെ മറികടന്ന് വാരാണസിയിൽ നരേന്ദ്രമോദി ജയിക്കുമോ അതോ ഒരു അട്ടിമറി പ്രിയങ്ക ഗാന്ധി നടത്തുമോ എന്നുള്ളതൊക്കെ അറിയാൻ മെയ് 23 വരെ കാത്തിരുന്നേ പറ്റൂ. ഏറ്റവും അവസാനം വോട്ടെടുപ്പ് നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് വാരാണസി. 7 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കുന്നത്. അതായത് 7ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വാരാണസി. എന്തായാലും ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയാണ് നരേന്ദ്രമോദിക്ക് എതിരാളിയായിട്ട് വരുന്നതെങ്കിൽ BJP കുറച്ചുകൂടി കരുതലോടെ ഇരിക്കേണ്ടി വരും എന്നുള്ളത് തീർച്ച. വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജസുദ സഞ്ജിത്ത് സൈനിങ് ഓഫ് ഫ്രം ജസി ടോക്സ്.